ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പിണറായി വിജയന്റെയും മുഹമ്മദ് റിയാസിന്റെയും വീടുകളിൽ നടന്ന ഇഡി റെയ്ഡിൽ സിപിഎമ്മിന്റെ സംസ്ഥാന വ്യാപക പ്രതിഷേധം. മലബാറിന്റെ വികസന കുതിപ്പിന് നാന്ദി കുറിക്കേണ്ട ബേപ്പൂർ തുറമുഖത്ത് വികസന മുരടിപ്പിന്റെയും അസൗകര്യങ്ങളുടെയും നേർക്കാഴ്ചകൾ. പെരുന്നാളും സ്കൂൾ തുറക്കലും ഒരുമിച്ചെത്തിയതോടെ തിരക്കിലമർന്ന് കോഴിക്കോട് നഗരം. മുനമ്പം വഖഫ് ഭൂമി വിഷയത്തിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നടത്തിയ പ്രസ്താവന വസ്തുതാ വിരുദ്ധമെന്ന് SDPI സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി. അബ്ദുൾ ഹമീദ്. മാതൃഭാഷ മറന്ന് ഇംഗ്ലീഷിൽ സത്യവാചകം ചൊല്ലുന്ന കാലത്ത് അമ്മ അറിയാൻ എന്ന സിനിമ ഏറെ പ്രസക്തമെന്ന് എം.എൻ. കാരശ്ശേരി. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെയും MLA മുഹമ്മദ് റിയാസിന്റെയും വീടുകളിൽ ഇഡി നടത്തിയ റെയ്ഡുകളിൽ സിപിഎമ്മിന്റെ സംസ്ഥാന വ്യാപക പ്രതിഷേധം. കോഴിക്കോട്ട് നടന്ന പ്രതിഷേധ പ്രകടനത്തിന് ജില്ലാ സെക്രട്ടറി M. മെഹബൂബ് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മലബാറിന്റെ വികസന കുതിപ്പിന് നാന്ദി കുറിക്കേണ്ട ബേപ്പൂർ തുറമുഖം വികസന മുരടിപ്പിന്റെയും അസൗകര്യങ്ങളുടെയും നേർക്കാഴ്ചയാണിന്ന്. കപ്പലുകൾക്ക് അടുക്കാനുള്ള സൗകര്യക്കുറവുകൾക്കൊപ്പം വാർഫിന്റെ അറ്റകുറ്റപ്പണികളും ക്രെയിനുകളുടെ പഴക്കവും ഗോഡൌണിന്റെ ചോർച്ചയുമെല്ലാം വലിയ പ്രശ്നങ്ങളായി തന്നെ നിലനിൽക്കുന്നു. ബേപ്പൂർ തുറമുഖത്തെ 150 മീറ്ററുള്ള ആദ്യത്തെ വാർഫിന്റെ ഒരു ചെറിയ കഷ്ണം അടർന്നു പോയിട്ടുണ്ട്. സിമന്റ് കട്ടകളും പഴകിയ സാധനങ്ങളും മാലിന്യവും കൂട്ടിയിട്ടിരിക്കുകയാണ് ഇവിടെ. ക്രെയിനിന്റെ പഴക്കമാണ് മറ്റൊരു പ്രധാന പ്രശ്നം. 50 വർഷം പഴക്കമുള്ള 5 ഫിക്സഡ് ക്രെയിനുകളിൽ 2 എണ്ണം ഒഴിവാക്കി. ബാക്കിയുള്ള 3 എണ്ണത്തിൽ 2 എണ്ണം പ്രവർത്തിക്കുന്നില്ലെന്ന് തൊഴിലാളികൾ പറയുന്നു. 3 മൊബൈൽ ക്രെയിനുകളിൽ 1 സ്റ്റാർട്ടാകണമെങ്കിൽ ആഞ്ഞു തള്ളണമെന്നും തൊഴിലാളികൾ പറഞ്ഞു. തുറന്ന ഗോഡൌൺ ചോരുകയാണ്. ഇത് കാരണം കച്ചവടക്കാർ ഇവിടേക്ക് ചരക്കുകൾ കൊണ്ടുവരാനും മടിക്കുന്നു. തുറന്ന ഗോഡൌണിന് അടിയിലൂടെയാണ് ഓട. ഇത് തടസ്സപ്പെട്ട് മലിനജലം ഗോഡൌണിന്റെ തറയിലൂടെ കവിഞ്ഞ് ഒഴുകാറുണ്ടെന്നും തൊഴിലാളികൾ പറഞ്ഞു. പഴക്കത്തിന്റെ പ്രശ്നമുണ്ടെങ്കിലും 3 ഫിക്സഡ് ക്രെയിനുകളും പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് അധികൃതരുടെ വിശദീകരണം. ഗോഡൌണിന്റെ ചോർച്ചയും വാർഫിന്റെ പൊട്ടലും ഉടൻ തന്നെ അറ്റകുറ്റപ്പണി നടത്തുമെന്നും അവർ പറഞ്ഞു. 500ഓളം തൊഴിലാളികളുള്ള പോർട്ടിൽ ഒരു ആംബുലൻസ് അത്യാവശ്യമാണെന്നും തൊഴിലാളികൾ പറയുന്നു. 2 വാർഫുകളാണ് നിലവിൽ ബേപ്പൂരിലുള്ളത്. 164 മീറ്റർ നീളമുള്ള രണ്ടാമത്തെ വാർഫ് 2002 നിർമ്മിച്ചതാണ്. വാർഫിലേക്ക് തിരയടിച്ച് ബോട്ടുകൾ കേടാകുന്നത് ഒഴിവാക്കാൻ 150 മീറ്റർ നീളത്തിൽ പുതിയ വാർഫ് വേണമെന്ന പദ്ധതി തയ്യാറാക്കി സർക്കാരിന് സമർപ്പിച്ചു. രണ്ടാമത്തെ വാർഫ് മുതൽ ബീച്ച് കവാടം വരെ വാർഫ് പണിയാനാണ് പദ്ധതി. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. പെരുന്നാളും മധ്യവേനൽ അവധിയുടെ അവസാന ദിവസങ്ങളും ഒരുമിച്ചെത്തിയതോടെ തിരക്കിൽ ഞെരുങ്ങി കോഴിക്കോട് നഗരം. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കടുത്ത ഗതാഗത കുരുക്കാണ് നഗരത്തിൽ അനുഭവപ്പെട്ടത്. പെരുന്നാളിനും സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട ഷോപ്പിങ്ങിനുമായാണ് ആളുകൾ കുടുംബത്തോടെ നഗരത്തിലേക്ക് എത്തുന്നത്.
കൂടുതൽ പേരും സ്വന്തം വാഹനവുമായി എത്തിയതോടെ നഗരം പലപ്പോഴും കുരുക്കിൽ സ്തംഭിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. മറ്റു ജില്ലകളിൽ നിന്ന് പോലും കുടുംബമായി ആളുകൾ എത്തുന്നു. ഒരു ദിവസം കോഴിക്കോട്ട് ചെലവഴിച്ച് ഷോപ്പിംഗ് നടത്തി പോകുന്ന രീതിയിലാണ് ആളുകൾ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നത്. കൂടുതൽ പേരെ ഡ്യൂട്ടിക്കിട്ട് കുരുക്ക് പരിഹരിക്കാൻ ട്രാഫിക് പോലീസ് ശ്രമം നടത്തുന്നുണ്ടെങ്കിലും പലപ്പോഴും ഒന്നും ചെയ്യാനാകാത്ത സ്ഥിതിയാണ്. അവധി അവസാനിക്കുന്നതിന്റെ ഭാഗമായി ആളുകളുടെ ദീർഘദൂര യാത്രകളും കൂടിയിട്ടുണ്ട്. ഇതിനാൽ ദീർഘദൂര ബസ്സുകളെല്ലാം നിറഞ്ഞോടുന്നു. ബസ് സ്റ്റാൻഡുകളിലും നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. മിഠായിത്തെരുവിൽ ജനത്തിരക്ക് കാരണം നടന്നു പോകാനാവാത്ത സ്ഥിതിയാണ്. ബീച്ചിലേക്കും ആളുകളിലേക്കും എത്തുന്നവരുടെ എണ്ണവും കൂടി. കുരുക്ക് രൂക്ഷമായതോടെ ഓട്ടോകൾ പലയിടത്തേക്കും വരാൻ മടിക്കുന്ന കാഴ്ചയുമുണ്ട്. കുരുക്കിൽ ഇഴഞ്ഞു നീങ്ങുമ്പോൾ എണ്ണയടിച്ചത് മുതലാവുന്നില്ലെന്നാണ് ഓട്ടോക്കാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ പലയിടത്തും ഓട്ടോ കിട്ടാതെ യാത്രക്കാർ നട്ടം തിരിയുകയാണ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മുനമ്പം വഖഫ് ഭൂമി വിഷയത്തിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നടത്തിയ പ്രസ്താവന വസ്തുതാവിരുദ്ധവും പദവിക്ക് നിരക്കാത്തതുമാണെന്ന് SDPI സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി. അബ്ദുൾ ഹമീദ്. കയ്യേറ്റക്കാരിൽ നിന്നും ഭൂമി വിലയ്ക്ക് വാങ്ങി വീട് വെച്ച് താമസിക്കുന്നവർ വഴിയാധാരമാകാൻ പാടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. വി.ഡി. സതീശൻ ഈ വിഷയത്തിൽ ഇതുവരെ സ്വീകരിച്ചു വന്നിട്ടുള്ളത് കണ്ണടച്ച് ഇരുട്ടാക്കുന്ന രീതിയാണ്. ഇപ്പൊ കണ്ണ് അടക്കാൻ തയ്യാറല്ലാത്ത, കണ്ണ് തുറന്ന് കാര്യങ്ങൾ കാണാൻ കഴിയുന്ന ആളുകൾക്ക് കാര്യങ്ങൾ വ്യക്തമാവുന്നു എന്ന് വരുമ്പോൾ അതാണ് അദ്ദേഹത്തെ അസ്വസ്ഥനാക്കുന്നത്, അദ്ദേഹത്തെ പ്രകോപിതനാക്കുന്നത്. മുനമ്പം വിഷയത്തിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ കണ്ണടച്ചിരുട്ടാക്കാൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് കൊണ്ട് മാത്രം മുനമ്പത്തെ ഭൂമി വഖഫ് അല്ലാതാവുന്നില്ലെന്നും SDPI സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി. അബ്ദുൾ ഹമീദ് പറഞ്ഞു. കേരളത്തിലെ 10,000-കണക്കിന് വഖഫ് സ്വത്തുക്കൾ രജിസ്റ്റർ ചെയ്തതിനൊപ്പമാണ് മുനമ്പത്തെ വഖഫ് ഭൂമിയും രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇക്കാര്യത്തിൽ വഖഫ് ബോർഡ് സ്വീകരിച്ച നിലപാടിനെ സ്വാഗതം ചെയ്യുന്നു. മുനമ്പം വിഷയം ഭൂമിയുടെ കാര്യകർത്താക്കളായ വഖഫ് ബോർഡും ഭൂമി കയ്യേറ്റവും തമ്മിലുള്ളതാണ്. കയ്യേറ്റ ഭൂമി നിയമപരമായി വഖഫ് ബോർഡിലേക്ക് വന്നു ചേരുകയും ഭൂമി മറിച്ചുവിറ്റ കയ്യേറ്റക്കാർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുകയും ഇപ്പോൾ അവിടെ താമസിക്കുന്നവരെ പുനരധിവസിപ്പിക്കാനുള്ള ചെലവ് കയ്യേറ്റക്കാരിൽ നിന്നും ഈടാക്കുകയും ചെയ്യുക എന്നതാണ് വിഷയത്തിന്റെ ന്യായമായ പരിഹാരമെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above ₹2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. മാതൃഭാഷ മറന്ന് ഇംഗ്ലീഷിൽ സത്യവാചകം ചൊല്ലുന്ന കാലത്ത് അമ്മ അറിയാൻ എന്ന സിനിമയ്ക്ക് ഏറെ പ്രസക്തിയുണ്ടെന്ന് MN കാരശ്ശേരി. കാൻ ഫിലിം ഫെസ്റ്റിവലിൽ റെഡ് കാർപ്പറ്റിൽ ആദരിക്കപ്പെട്ട നായകൻ ജോയ് മാത്യുവിന് നൽകിയ സ്വീകരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോകത്തിലെ വിഖ്യാത ചലച്ചിത്രമേളയായ കാൻ ഫെസ്റ്റിവലിൽ കാർപ്പറ്റ് റെഡിൽ പ്രദർശിപ്പിച്ച അമ്മ അറിയാൻ സിനിമയിൽ അഭിനയിച്ച ജോയ് മാത്യുവിനെ കോഴിക്കോട്ടെ കൂട്ടുകാർ ആദരിച്ചു. ചടങ്ങ് MN കാരശ്ശേരി ഉദ്ഘാടനം ചെയ്തു. തമിഴും കന്നഡയും മാതൃഭാഷയുള്ളവർ ആ ഭാഷയിൽ സംസാരിക്കുന്നത് അംഗീകരിക്കാമെന്നും രമേശ് ചെന്നിത്തലയും K മുരളീധരനും പിഷാരടിയും ഇംഗ്ലീഷിൽ സത്യപ്രതിജ്ഞ ചെയ്തത് എന്തിന്റെ പേരിലാണെന്ന് അറിയുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അത്തരമൊരു വേളയിലാണ് ജോൺ എബ്രഹാമിന്റെ അമ്മ അറിയാൻ സിനിമ പ്രസക്തമാകുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജോൺ എബ്രഹാമിന്റെ പാരമ്പര്യം ജോയ് മാത്യുവിന് അവകാശപ്പെടാമെന്നും MN കാരശ്ശേരി പറഞ്ഞു. ഞാൻ ഈ സമയത്ത് ഓർക്കുന്നത് ജോൺ പണ്ട് പറഞ്ഞൊരു തമാശയാണ്. കോട്ടയത്ത് ജോൺ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ആളുകൾ കൂടി നിൽക്കുന്നുണ്ട്.
അപ്പൊ ഏതൊരു ഉപദേശി പ്രസംഗിക്കുകയാണ്. അപ്പൊ ജോൺ ചോദിച്ചു, എന്താ അവിടെ? അതല്ല, കർത്താവ് വെള്ളത്തിൽ നടന്നതിനെ പറ്റി ഞാൻ പറയുന്നു. ഓ, ഞാൻ 20 കൊല്ലമായി അങ്ങനെ നടക്കുന്നു. കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്നാണ് ലോകത്തിലെ കോടിക്കണക്കിന് ആളുകൾ വിശ്വസിക്കുന്നത്. അപ്പൊ ഞാൻ ഇന്നിവിടെ നിന്ന് ആലോചിക്കായിരുന്നു, ജോൺ അബ്രഹാമിന് ഉയർത്തെഴുന്നേൽക്കാൻ പറ്റും എന്ന് അദ്ദേഹം തെളിയിച്ചു. ജോയ് മാത്യുവിന്റെ ഗുരുനാഥൻ CV ഉണ്ണി, ഷാജി പട്ടിക്കര, സജീവ് കുമാർ എന്നിവർ ജോയ് മാത്യുവിനെ പൊന്നാട അണിയിച്ചു. 40 വർഷം മുൻപ് സംസ്ഥാന ചലച്ചിത്ര അക്കാദമി അച്ചടക്കമില്ലാത്ത സിനിമ എന്ന് പറഞ്ഞ് തള്ളിയ സിനിമയാണ് ലോക നെറുകയിൽ അംഗീകരിക്കപ്പെട്ടത്. ജോൺ എബ്രഹാമിന്റെ ഔന്നത്യം അംഗീകരിക്കപ്പെടാൻ 40 വർഷം വേണ്ടി വന്നുവെന്നും ജനങ്ങൾക്കു വേണ്ടി ജനങ്ങളുടെ പണം കൊണ്ടാണ് ജോൺ പടം നിർമ്മിച്ചതെന്നും നിർമ്മാതാക്കളെയും വിതരണക്കാരെയും കലാമൂല്യത്തിന് വിലങ്ങുതടിയാകുമെന്ന് കരുതി അദ്ദേഹം മാറ്റി നിർത്തിയതായും മറുമൊഴിയിൽ ജോയ് മാത്യു പറഞ്ഞു. കൽപ്പറ്റ നാരായണനും ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പുതിയ കോഴിക്കോട് ജില്ലാ കളക്ടറായി MS മാധവിക്കുട്ടി ചുമതലയേറ്റു. കൊല്ലം സ്വദേശിയായ മാധവിക്കുട്ടി 2018 ബാച്ച് IAS ഉദ്യോഗസ്ഥയാണ്. സമൂഹത്തിലെ ദുർബലരും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുമായ വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായിരിക്കും പ്രഥമ പരിഗണനയെന്ന് ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി. കോഴിക്കോട് ജില്ലാ കളക്ടറായി സ്ഥാനമേറ്റെടുത്ത ശേഷം സംസാരിക്കുകയായിരുന്നു അവർ. വനിതകൾ, കുട്ടികൾ, ട്രാൻസ്ജെൻഡർ വ്യക്തികൾ, മുതിർന്ന പൗരന്മാർ എന്നിവരുടെ ക്ഷേമവും സുരക്ഷിതത്വവും ഉറപ്പാക്കുന്ന പദ്ധതികൾക്ക് ഭരണകൂടം പ്രത്യേക ഊന്നൽ നൽകും. കാലവർഷം മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ, ദേശീയപാത, മാലിന്യ സംസ്കരണം, മുഖ്യമന്ത്രിയുടെ പ്രത്യേക പരിഗണനയിലുള്ള പദ്ധതികൾ എന്നിവയ്ക്ക് പ്രാമുഖ്യം നൽകും. മികച്ച ഭരണാധികാരികളുടെ മഹത്തായ പാരമ്പര്യമുള്ള ജില്ലയാണ് കോഴിക്കോട്. മുൻ ജില്ലാ കളക്ടർമാരുടെ മാതൃകാപരമായ പ്രവർത്തന ശൈലി പിന്തുടരും. അവർ നടപ്പിലാക്കിയ മികച്ച ഭരണ നടപടികളും പദ്ധതികളും മാതൃകയാക്കി ജില്ലയുടെ സമഗ്ര വികസനത്തിനായി പ്രവർത്തിക്കുമെന്നും ജില്ലാ കളക്ടർ കൂട്ടിച്ചേർത്തു. കൊല്ലം സ്വദേശിനിയായ മാധവിക്കുട്ടി 2018 ബാച്ച് കേരള കേഡർ IAS ഉദ്യോഗസ്ഥതയാണ്. പാലക്കാട് ജില്ലാ കളക്ടറായിരിക്കെയാണ് കോഴിക്കോട് കളക്ടറായി സ്ഥലം മാറ്റമാകുന്നത്. ആരോഗ്യ കുടുംബക്ഷേമ ഡെപ്യൂട്ടി സെക്രട്ടറി, ആരോഗ്യവകുപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ, സെന്റർ ഫോർ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ കേരള ഡയറക്ടർ, സൈബർ പാർക്ക് CEO എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. എറണാകുളം അസിസ്റ്റന്റ് കളക്ടർ, തിരുവനന്തപുരം സബ് കളക്ടർ, കോഴിക്കോട് ജില്ലാ വികസന കമ്മീഷണർ എന്നീ ചുമതലകളും വഹിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ മികച്ച സബ് കളക്ടർക്കുള്ള പുരസ്കാരം നേടിയിട്ടുണ്ട്. കൊല്ലം TKM കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ പഠനം പൂർത്തിയാക്കിയ അവർ പബ്ലിക് മാനേജ്മെന്റിൽ മാസ്റ്റേഴ്സ് ബിരുദവും നേടിയിട്ടുണ്ട്. അച്ഛൻ സൂർദാസ് സാംസ്കാരിക വകുപ്പ് റിട്ടയർഡ് ഉദ്യോഗസ്ഥനാണ്. അമ്മ AK മിനി ഫുഡ് സേഫ്റ്റി ജോയിന്റ് ഡയറക്ടറായിരുന്നു. ഏക സഹോദരൻ കൃഷ്ണനുണ്ണി CSIRൽ ഉദ്യോഗസ്ഥനാണ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. 12ാം ശമ്പള പെൻഷൻ പരിഷ്കരണ കമ്മീഷൻ പ്രവർത്തനം സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്ന് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ. കോഴിക്കോട്ട് നടന്ന പൊതുസമ്മേളനം മുൻ മന്ത്രി KT ജലീൽ ഉദ്ഘാടനം ചെയ്തു. പെൻഷൻകാരുടെ മെഡിക്കൽ അലവൻസ് വർദ്ധിപ്പിക്കുക, കിനാലൂരിൽ എയിംസ് സ്ഥാപിക്കുക, ഡീസൽ ഗ്യാസ് സബ്സിഡി പുനഃസ്ഥാപിക്കുക, 70 വയസ്സ് കഴിഞ്ഞ പെൻഷൻകാർക്ക് അധിക പെൻഷൻ അനുവദിക്കുക, വനിതാ സംവരണ നിയമം പ്രാബല്യത്തിലാക്കുക, തൊഴിലുറപ്പ് പദ്ധതി സംരക്ഷിക്കുക, തൊഴിൽ കോഡ് ചട്ടങ്ങളിൽ തൊഴിലാളികൾക്ക് അനുകൂലമായ ഭേദഗതി കൊണ്ടുവരാൻ തയ്യാറാകുക തുടങ്ങിയ ആവശ്യങ്ങളാണ് KSSPU സമ്മേളനത്തിൽ ഉന്നയിച്ചത്. പൊതുസമ്മേളനം മുൻ മന്ത്രി KT ജലീൽ ഉദ്ഘാടനം ചെയ്തു. നമ്മളുടെ രാജ്യത്ത്, ലോകത്ത് തന്നെ ആരൊക്കെ എന്തൊക്കെ അവകാശങ്ങൾ നേടിയിട്ടുണ്ടോ അതെല്ലാം സംഘടനാ ബലത്തിലൂടെയാണ്. ഒരു ഭരണകർത്താവും ഒരു ചക്രവർത്തിയും ഇന്ന ആളുകൾക്ക് ഇന്ന ആവശ്യങ്ങളുണ്ട്, അത് നിവർത്തിച്ചു കൊടുക്കാം എന്നൊരു സുപ്രഭാതത്തിൽ തീരുമാനമെടുക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്തത് നമുക്ക് എവിടെയും കാണാൻ കഴിയില്ല. ജനങ്ങളുടെ നിരന്തരമായിട്ടുള്ള ആവശ്യങ്ങൾ, ആ ആവശ്യങ്ങൾക്കനുസൃതമായി ഒത്തുചേരൽ, ആ ഒത്തുചേരലിന്റെ ഫലമായി വലിയ സംഘടനകളുടെ രൂപീകരണങ്ങൾ, ആ സംഘടനകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഐതിഹാസികമായ സമര പോരാട്ടങ്ങൾ, ഇവക്കൊടുവിലാണ്. കാരണം ഭരണകർത്താക്കളുടെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള സമീപനങ്ങളാണ് ലോകമെങ്ങും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഓരോരോ ആനുകൂല്യങ്ങൾ കാലാന്തരത്തിൽ നഷ്ടമാകുന്നു എന്നുള്ളതിന്റെ വ്യക്തമായ സൂചനകൾ നമുക്ക് ലഭിച്ചു കഴിഞ്ഞു.
സ്റ്റാറ്റ്യൂട്ടറി പെൻഷനാണ് ഇക്കാലം അത്രയും നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. ആ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ 2013 ഇല്ലാതായി. സംസ്ഥാന പ്രസിഡന്റ് AP ജോസ് അധ്യക്ഷനായിരുന്നു. ജനറൽ സെക്രട്ടറി R രഘുനാഥൻ നായർ, P ഗവാസ്, N സദാശിവൻ നായർ, C അശോകൻ തുടങ്ങിയവർ സംസാരിച്ചു. വനിതാ സമ്മേളനം ഡെപ്യൂട്ടി മേയർ S ജയശ്രീ ഉദ്ഘാടനം ചെയ്തു. PC പ്രസന്ന അധ്യക്ഷയായിരുന്നു. R രഘുനാഥൻ നായർ, VM ആതിര, P വസന്തം, നവ്യ ഹരിദാസ്, ഡോക്ടർ മിനി പ്രസാദ്, P സൗദാമിനി, TV ഗിരിജ, T രമ എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above rupees 2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. മലബാർ MMC ENT കോൺ 2026 വാർഷിക ENT സമ്മേളനം സംഘടിപ്പിച്ചു. ഡോക്ടർ K അശോക് കുമാർ ഉദ്ഘാടനം ചെയ്തു. അക്കാഡമിക് സെഷനുകൾക്ക് പ്രമുഖ ഡോക്ടർമാർ നേതൃത്വം നൽകി. ഓൾ ഇന്ത്യ ഓട്ടോ റൈനോലാറിംഗോളജി അസോസിയേഷൻ മലബാർ ചാപ്റ്ററും AOI കോഴിക്കോട് ചാപ്റ്ററും ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജുമായി ചേർന്ന് മലബാർ MMC വാർഷിക ENT സമ്മേളനം നടത്തി. ENT സർജനും പ്രൊഫസറുമായ ഡോക്ടർ K അശോക് കുമാർ ഉദ്ഘാടനം ചെയ്തു. മലബാർ മെഡിക്കൽ കോളേജ് ഡയറക്ടർ ഓഫ് മെഡിക്കൽ ഓപ്പറേഷൻസ് ഡോക്ടർ സുധ അനിൽ വിശിഷ്ടാതിഥിയായി. മലബാർ മെഡിക്കൽ കോളേജ് PG വിദ്യാർത്ഥി ഡോക്ടർ ഫെമിന PG പേപ്പർ പ്രസന്റേഷനിൽ സ്വർണ്ണ മെഡൽ നേടി. അക്കാദമിക് സെഷനുകൾക്ക് ഡോക്ടർ MP മനോജ്, ഡോക്ടർ സജിത് ബാബു TP, ഡോക്ടർ ജിജോ ജോസഫ്, ഡോക്ടർ സപ്ന S നമ്പ്യാർ, ഡോക്ടർ MP ശ്രീജയൻ എന്നിവർ നേതൃത്വം നൽകി. കോഴിക്കോട് അസന്റ് ENT ഹോസ്പിറ്റലിലെ ഡോക്ടർ ബിജിരാജിനെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തു. AOI മലബാർ ചാപ്റ്റർ പ്രസിഡന്റ് ഡോക്ടർ അജു രവീന്ദ്രൻ, AOI കോഴിക്കോട് ചാപ്റ്റർ പ്രസിഡന്റ് ഡോക്ടർ ശങ്കർ മഹാദേവൻ, സെക്രട്ടറി ഡോക്ടർ KV വിനായക്, ഡോക്ടർ K വിഷ്ണു എന്നിവർ പങ്കെടുത്തു. ഡോക്ടർ P മുരളീധരൻ നമ്പൂതിരി, ഡോക്ടർ ദിവ്യ ഭരതൻ എന്നിവർ നേതൃത്വം നൽകി. ഇതിന് വെള്ളവും വെളിച്ചവും വളവും ഒക്കെ നൽകി പരിപോഷിപ്പിച്ചെടുത്തതിന് ഒരുപാട് മഹാനുഭാവരുടെ മഹൽ വ്യക്തികളുടെ പ്രവർത്തനം ഉണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിന്റെ കമ്മ്യൂണിറ്റി എമർജൻസി തയ്യാറെടുപ്പ് പ്രസ്ഥാനമായ ലൈഫ് ലൈനർ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നു. അടുത്ത ഒരു വർഷത്തിനുള്ളിൽ 3 ലക്ഷം ആളുകൾക്ക് ജീവൻ രക്ഷാ പരിശീലനം നൽകുമെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. BMH ലൈഫ് ലൈനർ പദ്ധതി ഇതിനോടകം രാജ്യത്തുടനീളം 30,000-ത്തിലധികം ആളുകൾക്ക് ജീവൻ രക്ഷാ പരിശീലനവും അവബോധവും നൽകിക്കഴിഞ്ഞതായി അധികൃതർ അറിയിച്ചു. ആദ്യ വർഷത്തിൽ സ്കൂളുകൾ, കോളേജുകൾ, ആരോഗ്യ സ്ഥാപനങ്ങൾ, സർക്കാർ സംവിധാനങ്ങൾ, പോലീസ് വകുപ്പ്, ആംബുലൻസ് ജീവനക്കാർ, NGOകൾ, പ്രാദേശിക കൂട്ടായ്മകൾ എന്നിവയെ ഏകോപിപ്പിച്ചുകൊണ്ട് അടിയന്തര തയ്യാറെടുപ്പിന്റെ സംസ്കാരം ജനങ്ങൾക്കിടയിൽ വളർത്തിയെടുക്കാൻ ഈ സംരംഭത്തിന് സാധിച്ചെന്നും ആശുപത്രി അധികൃതർ പറഞ്ഞു. പദ്ധതിയുടെ അടുത്ത ഘട്ടത്തിൽ ലൈഫ് ലൈനർ 2.0 BMH ഗ്രൂപ്പിന്റെ കീഴിലുള്ള മൈത്ര ഹോസ്പിറ്റൽ, നർവി ഹോസ്പിറ്റൽസ്, സ്റ്റാർ ഹോസ്പിറ്റൽസ് എന്നിവയിലേക്കും വ്യാപിപ്പിക്കുമെന്ന് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ ലിമിറ്റഡ് സ്ഥാപകനും ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ KG അലക്സാണ്ടർ പറഞ്ഞു. ഇതിനു പുറമെ സ്കൂളുകൾക്കായി പ്രത്യേക സുരക്ഷാ പദ്ധതികളും പ്രഖ്യാപിച്ചു. ഇതിന്റെ ഭാഗമായി 200 ഫസ്റ്റ് എയ്ഡ് കിറ്റുകൾ വിതരണം ചെയ്യും. ജീവൻ രക്ഷാ പരിശീലനം ആവശ്യമുള്ളവർക്ക് 8589023000 എന്ന നമ്പറിലും ബന്ധപ്പെടാം. എമർജൻസി റെസ്പോൺസ് ER എന്ന് പറയുന്ന എമർജൻസി റെസ്പോൺസ് ആണ്. അപ്പം അതിന് ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള ഒരു ക്ലാസ് എടുക്കുക. സ്ട്രക്ചേർഡ് ആയിട്ട് ഓരോ സ്ഥലങ്ങളിൽ പോയിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്ന ഇത്രയും
മാക്സിമം ആൾക്കാരിലേക്ക് അത് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ നിഹാജ് ജി മുഹമ്മദ്, ഡോക്ടർ അനന്ത് മോഹൻ പൈ, ഡോക്ടർ ഫാബിത് മൊയ്തീൻ, ഡോക്ടർ വേണുഗോപാലൻ എന്നിവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഉദയം റെസിഡൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ 14ാം വാർഷികാഘോഷം വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു. ആദരിക്കൽ, കരോക്കെ ഗാനമേള, അംഗങ്ങളുടെ കലാപരിപാടികൾ എന്നിവയാണ് നടന്നത്. ഉദയം റെസിഡൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷന്റെ 14ാം വാർഷികാഘോഷ പരിപാടികൾ അരക്കിണറിൽ നടന്നു. കോർപ്പറേഷൻ കൗൺസിലർ PP ബീരാൻ കോയ ഉദ്ഘാടനം ചെയ്തു. സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ പറ്റിയ ഒരു സംഘടനയാണ് റെസിഡൻസ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിന്ന് കോർപ്പറേഷനിലൊക്കെ തന്നെ നമ്മളെ ഭരണസമിതി എന്നുള്ള നിലയ്ക്ക് റെസിഡൻസിനൊക്കെ തന്നെ വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഇന്ന് എല്ലാ രീതിയിലുള്ള പ്രവർത്തനങ്ങളും നടത്തുന്നത്. പ്രസിഡന്റ് സലീം കെ അധ്യക്ഷത വഹിച്ചു. ഉദയം റെസിഡൻസ് ട്രഷറർ മുസ്തഫ, കൗൺസിലർ തസ്ലീന KP, അനീഷ് കുമാർ, ചാന്ദീപ്, ഉല്ലാസ്, സെക്രട്ടറി രുക്മിണി തുടങ്ങിയവരും സംസാരിച്ചു. അംഗങ്ങളുടെ കലാപരിപാടികൾ, കരോക്കെ എന്നിവയും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന YouTube ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പിണറായി വിജയന്റെയും മുഹമ്മദ് റിയാസിന്റെയും വീടുകളിൽ നടന്ന ED റെയ്ഡിൽ CPMന്റെ സംസ്ഥാന വ്യാപക പ്രതിഷേധം. മലബാറിന്റെ വികസന കുതിപ്പിന് നാന്ദി കുറിക്കേണ്ട ബേപ്പൂർ തുറമുഖത്ത് വികസന മുരടിപ്പിന്റെയും അസൗകര്യങ്ങളുടെയും നേർക്കാഴ്ചകൾ. പെരുന്നാളും സ്കൂൾ തുറക്കലും ഒരുമിച്ചെത്തിയതോടെ തിരക്കിലമർന്ന് കോഴിക്കോട് നഗരം. മുനമ്പം വഖഫ് ഭൂമി വിഷയത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ നടത്തിയ പ്രസ്താവന വസ്തുതാ വിരുദ്ധമെന്ന് SDPI സംസ്ഥാന വൈസ് പ്രസിഡന്റ് P. അബ്ദുൽ ഹമീദ്. മാതൃഭാഷ മറന്ന് ഇംഗ്ലീഷിൽ സത്യവാചകം ചൊല്ലുന്ന കാലത്ത് അമ്മ അറിയാൻ എന്ന സിനിമ ഏറെ പ്രസക്തമെന്ന് MN കാരശ്ശേരി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.